ഇപ്പോൾ മണി 11:10 ഞാൻ എണീറ്റപ്പോൾ 10:30 ഒരു ചായ എടുത്തിട്ടുണ്ട്, ഒരു നോർമൽ കപ്പ് ചായ. ഇത് പാർലേജിയുടെ ബിസ്ക്കറ്റാണ്. ഏത് ബിസ്ക്കറ്റ് വേണം എടുക്കുക, എന്നും കഴിക്കണം നല്ലതല്ല. ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ബിസ്ക്കറ്റ് അങ്ങനെ എന്നും കഴിക്കണം നല്ലതല്ല. ഞാൻ ഇതിൻ്റെ ഒരു അര പാക്കറ്റ് എടുക്കും. അപ്പോൾ ഇപ്പോൾ ചായയും ബിസ്ക്കറ്റും കൂടെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഞാൻ എന്തെങ്കിലും നല്ല ഹെവി ആയിട്ട് കഴിക്കും. ഇപ്പോൾ മുട്ടയോ അങ്ങനെ എനിക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റും എല്ലാം കിട്ടുന്ന രീതിയിലായിരിക്കും ഉച്ചയ്ക്കുള്ള ഫുഡ് ഞാൻ കഴിക്കണം. അത് വീട്ടിൽ എന്താണോ ഉണ്ടാക്കണം അതിന് 2 3 എനിക്ക് ചോറ് അധികം ഇഷ്ടമല്ല, ഒരുപാട് കറി ഉണ്ടെങ്കിൽ ചോറ് ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ച് ചൂടാക്കിയോ അല്ലെങ്കിലോ ഇപ്പോൾ അപ്പമൊക്കെ ആണെങ്കിൽ ഉണങ്ങിയിരിക്കുകയാണെങ്കിൽ ചൂടാക്കി എടുക്കും. ഇല്ലെങ്കിൽ നോർമൽ എന്ത് ഫുഡാണോ, ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ അത് തന്നെ എടുത്തിട്ട് 2 3 ഞാൻ എടുക്കാറുണ്ട്. എല്ലാ കറികളും എടുക്കാറുണ്ട്, അതായത് മലക്കറി കറിയല്ല, ഇപ്പോൾ സാമ്പാറോ ചമ്മന്തിയോ അങ്ങനെ എന്താണോ ഉള്ളത് അതെല്ലാം എടുക്കാറുണ്ട്. പൊരിച്ച മീനോ മുട്ട പൊരിച്ചതോ പുഴുങ്ങിയതോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അതെടുക്കാറുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ലൊരു ഫുഡ് ഉച്ചയ്ക്ക് കഴിക്കും. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ചായയും കടയിൽ നിന്ന് എന്തെങ്കിലും സ്നാക്സ് വാങ്ങിച്ചാൽ അത് കഴിക്കും. അങ്ങനെ എന്തെങ്കിലും ബേക്കറിയോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമാണ് കഴിക്കാറ്. മിക്കവാറും എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാവും വീട്ടിൽ. അതിന് ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻ അല്ല, ഒരു നേരം ഒരു ചീറ്റ് മീൽ പോലെ ഞാൻ അത് ഒരുപാട് കഴിക്കില്ല, 1 2 ചായയായിട്ട് ഞാൻ അത് കഴിക്കാറുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇത്രയായിരിക്കും എൻ്റെ ഫുഡ്. പിന്നെ എന്തെങ്കിലും വല്ല പ്രസാദമോ അരവണയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കഴിക്കുകയോ 1 2 മെലഡി മുട്ടായി കഴിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ട്. പക്ഷേ മെയിനായിട്ട് ഇങ്ങനെയാണ് ഞാൻ ഫോളോ ചെയ്യണം. അപ്പോൾ കുറച്ച് വീതം വെയിറ്റ് കുറയണുണ്ട്, ഒരുപാടല്ല, 1 ഗ്രാമോ 2 ഗ്രാമോ അത്രയും വീതം ഓരോ ദിവസം കുറയണുണ്ട്. ഞാൻ എക്സസൈസ് ഒന്നും ചെയ്യണില്ല, ഇനി ചെയ്ത് തുടങ്ങും. പക്ഷേ ഇപ്പോൾ കുറച്ച് വീതം വെയിറ്റ് കുറയണുണ്ട്, എനിക്കത് മതി. ഒരുപാട് റഷ് ചെയ്യണമെന്നില്ല, പക്ഷേ കുറഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഒരു 92.4 ഒക്കെ ആയിട്ടുണ്ട്. 93 കുറച്ചുകൂടി, അതിൽ നിന്ന് തുടങ്ങിയതാണ്. 92.4 ആയി. 90 ആകുമ്പോൾ തന്നെ ഫസ്റ്റ് മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യും. പിന്നെ 85 80 അതാണ് ഇപ്പോഴത്തെ ടാർഗറ്റ്. അത് കഴിഞ്ഞ് വീണ്ടും കുറയ്ക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ.